അപ്പൊ ഞാൻ എൻ്റെ ജീവിതകഥ പറയാട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ എൻ്റെ ജീവിതകഥ പറയാ. ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ 8 മക്കളാണല്ലോ, 5 പെണ്ണും 3 ആണും. അപ്പൊ എൻ്റെ വാപ്പാക്ക് ചെറുപ്പത്തിലും ആദ്യം ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ചാക്കച്ചോടും നാരങ്ങ കച്ചവടമൊക്കെ ആയിട്ട് നല്ല നേരെയായിരുന്നു. നിലന്നായിരുന്നു ഉത്തരം. ഞങ്ങൾക്ക് ഓർമ്മയില്ല, ഇപ്പൊന്നും ഓർമ്മയില്ല കേട്ടോ. ബുദ്ധി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഉപ്പാക്ക് മാനസിക രോഗമാണ്. മാനസിക രോഗമായി അതിന് ഏറുവാടിക്ക് തന്നെ ഏറുവാടിക്ക് പോകുക. അവിടെ ചങ്ങലം പെടും, കുറെ 1 മാസമോ 6 മാസമൊക്കെ ഇടും. എന്നിട്ട് അവിടുന്ന് വന്നാലും ഒന്നിനും പോകാനൊന്നും അങ്ങനെ നല്ല കഷ്ടപ്പാടിനെ. വീട്ടിൽ വന്നാല് മാനസികമല്ല, ഒന്നും പറ്റൂല. തൊട്ടവനും പിടിച്ചവനും ഒക്കെ അങ്ങനെ ഉമ്മാനായിട്ട് വഴക്കൂടും, ഒന്നും പറ്റൂല. സ്വയബുദ്ധി ഇല്ല, മാനസികല്ലേ. അങ്ങനെ ജീവിക്കാനും ഭക്ഷണത്തിനായാലും ജീവിതത്തിനായാലും ഒരു സുഖം തൊഴിലത്തിൽ ജീവിച്ചതില്ല. കല്യാണം വരെയും സ്വരത്തിൽ ജീവിച്ചിട്ടില്ല. ഭക്ഷണത്തിനും ബുദ്ധിമുട്ട്, ഡ്രസ്സിന് ബുദ്ധിമുട്ട്, എല്ലാരും ബുദ്ധിമുട്ട്. എന്നാ സുഖജീവിതം ഉണ്ടാവൂല. പിന്നെ എൻ്റെ ഉമ്മാന്റെ മാമാരൊക്കെ ഉണ്ടാവുകൊണ്ട് വലിയ തരക്കേടില്ലാതെ അങ്ങനെ പോയി നിൽക്കും. ഭക്ഷണത്തിന്റെ കാര്യം, ഭക്ഷണം മാത്രം ഒരു മനസ്സിന് സുഖം വേണ്ടേ, ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. സ്കൂൾ പഠിക്കണ കാലത്തും ഇന്നും അതെ, കല്യാണം കഴിയുള്ളൂ. എന്നിട്ട് അങ്ങനെയാണ് കല്യാണം. ഞമ്മടുത്ത് മുതൽ കൊടുക്കാനൊന്നുമില്ലല്ലോ. ഞമ്മക്ക് പണ്ടും സ്ത്രീധനും പണ്ടും ചോദിച്ചാൽ 30, 40, 50 അങ്ങനെയൊക്കെ ചോദിച്ചിട്ടല്ലേ വരിക. അങ്ങനെ എൻ്റെ താത്താടെ കല്യാണം അങ്ങനെയൊക്കെ പാടെ അങ്ങനെ കഴിഞ്ഞു. രണ്ടാമത്തെ താത്താനെ ആളെ ഒന്നും ഇല്ലാതെ വെറുതെ നിൽക്കാൻ കഴിച്ചു. എൻ്റെ കല്യാണം 2011 ജൂൺ 4 എൻ്റെ കല്യാണം ഇവര് വന്ന് കണ്ടു, ശരിയായി. ഇവർക്ക് 2.25 ലക്ഷം മുതൽ ഇവർക്ക് കുറച്ച് കട ഉണ്ടായിരുന്നു, അത് വീട്ടാൻ 2.5 ലക്ഷം ഉറുപ്പിയും 10 പവനെ ചോദിച്ചു. എന്നിട്ട് ഇപ്പൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് മാമ അങ്ങനെ പറഞ്ഞിട്ട് അതിനെന്നെ ഇല്ല കേട്ടോ, ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഇവരിനെ കെട്ടിക്കാനും വിചാരിച്ചു. ഇവരിങ്ങനെ ഇവിടേക്കൊക്കെ വരുമ്പോ കല്യാണം ഉറക്കാനൊക്കെ ഒരുങ്ങുമ്പോൾ എങ്ങനെ ഇവരിനെ കെട്ടിക്കുക, ഇത്രയും പൈസ എങ്ങനെ കൊടുക്കുക വിചാരിച്ചു. 10 പവനും വേണം, 2.25 ലക്ഷം ഉറുപ്പിയും വേണം. അപ്പൊ 2.5 പറഞ്ഞിട്ടാണ് ഉറക്കാൻ വന്നത്. പിന്നെ ചെക്കനെ വീട്ടിലേന്ന് നിശ്ചയം. അവിടെ വന്നിട്ട് നിശ്ചയം നോക്കുമ്പോ 2.25 ആക്കി. എന്നിട്ട് അവിടെ വന്ന് 40 ദിവസത്തിനാണ് കല്യാണം ഉറച്ചിരിക്കുന്നത്. അവിടെ വന്ന് അന്ന് തന്നെ പെര വെക്കുകയാണ് പറഞ്ഞു. അന്ന് തന്നെ കച്ചവടക്കാര് വന്നു. അന്ന് തന്നെ ഇക്കാച്ചെങ്കിൽ ആ പെര നല്ല ഇഷ്ടം. ചെറിയ ഓട് പെര തന്നെയാണ്, സൗകര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മള് ചെറുപ്പം മുതലേ ജീവിച്ചു വളർന്ന വീടല്ലേ, നല്ല ഇഷ്ടമായിരുന്നു. അത് വിൽക്കുക പറഞ്ഞക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ജീവൻ പോകെ നയിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു പെര വിട്ടിട്ട് എന്നെ കെട്ടിക്കാണ്ടൊക്കെ കല്യാണം വേണ്ട. പിന്നെ എന്റെ താഴെയുണ്ട്, എന്റെ നേരെ താഴെ അനിയത്തിന്റെ അത്ര ആയിക്കോളും. ഞാൻ വെച്ചാൽ നല്ല തടി ഉണ്ടാവുന്നു, ഇതിലും തടി ഉണ്ടാവുന്നു, തടി പോയിക്കാം. അപ്പൊ അങ്ങനെയും കല്യാണം ശരിയാവൂല്ല. അങ്ങനെയൊക്കെ പാടെ ശരിയായതാ. അപ്പൊ പിന്നെ പെൺകുട്ടികളല്ലേ, എങ്ങനെയും കെട്ടിച്ച് കിട്ടാവല്ലേ സമാധാനം. ഒരു പെര വിറ്റു. ആ പെര വിറ്റത് മുതൽക്ക് എന്റെ നെഞ്ചിലുള്ള ആ വീടിന്റെ വേദന. പെര വിൽക്കണ പറഞ്ഞത് ആൾക്കാർ വരെ അഡ്വാൻസ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. കച്ചവടമായാലും അഡ്വാൻസ് അന്ന് മുതൽ ഞാൻ കരഞ്ഞു. അന്ന് എന്ത് കഷ്ടത്തിലാണ് ഞാൻ കരഞ്ഞിരിക്കണേ. കിട്ടുമ്പോ ചീത്താര നാട്ടുകാര് കേൾക്കും, കച്ചവടമായത് മുടങ്ങും, കല്യാണം നടക്കൂല. കല്യാണം നടക്കണ്ട ഞാൻ കരയുന്നു. ഇപ്പം പറഞ്ഞ് കീഴ്പ്പെട്ടുള്ളവരെന്താ കാട്ടുക, എന്നെ അങ്ങനെ കുത്തിയിരുത്തിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം ഇറങ്ങണില്ല, ഉറക്കല്ല, കരകന്നെ. എന്റെ ആരേലും മരിച്ച പോലെന്നാ പറയും, എന്താന്നൊക്കെ പറയാൻ പറ്റില്ല. അത്രയും ഇഷ്ടപ്പെട്ട വീടല്ലേ. 4 പുറം, അപ്പുറത്തിന്റെ മൂത്താപ്പാട വരെ, അതിന്റെ പുറത്ത് തറവാട്, പുറത്തൊക്കെ ഒക്കെ നമ്മുടെ ആൾക്കാരും കൂട്ടുകാരും ഒക്കെ നമ്മുടെ സ്വന്തക്കാരെ പോലെ, അയൽവാസികളായാലും സ്വന്തക്കാരെ പോലെയുള്ളതല്ലേ. അങ്ങനെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. സങ്കടം ഇപ്പോഴും ഞാൻ നെഞ്ചിന്ന് പോയിട്ടില്ല കേട്ടോ. അതൊക്കെ പറയുമ്പോ എളാപ്പാടക്കൊക്കെ പോകുമ്പോഴേ സ്ഥലം കാണുമ്പോ എന്തോ വിഷമം. അങ്ങനൊക്കെ പാടെ കല്യാണം കഴിഞ്ഞു. സ്ത്രീധനം പണ്ടൊക്കെ
കൊടുക്കേണ്ട സമയത്ത് പൈസ ഒക്കെ കൊടുത്തു. കല്യാണമൊക്കെ പണ്ടൊക്കെ മേടിച്ച് കല്യാണമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കീഴ്പ്പെട്ടുള്ളവർക്ക് ഇരിക്കാൻ പെരല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞു, പണ്ടൊക്കെ തന്നു, പെരല്ല. ഒരു മാസം കഴിച്ചതിനും വാവസറൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. കമ്മലും കൂടി ഉണ്ടായിരുന്നു എൻ്റെ മുന്നേ. കമ്മല് പൂതിയില്ല കേട്ടോ. കഴിച്ചതിന് വാവസർ നല്ല ഇഷ്ടമായിരുന്നു. ഒക്കെ മേടിച്ചു. 10 പവനാണെങ്കിലും എല്ലായിടത്തും 6 വള വാങ്ങി, കഴിച്ചതിന് വാങ്ങി, വാവസരം വാങ്ങി. പക്ഷെ ഒരു മാസം ഇട്ടില്ല. അപ്പത്തിന് വേറെ പെര വാങ്ങണ്ടേ കുട്ടികൾക്ക്, താഴെയുള്ളവർക്ക്. അങ്ങനെ 5 എണ്ണം ഉണ്ടല്ലോ, ഉമ്മ ഉണ്ടല്ലോ. അങ്ങനെ ഉമ്മ വന്നു, കണ്ടപ്പാനോട് ചോദിച്ചിട്ട് തന്നെ ഒക്കെ ഊരി കൊടുത്തു. ഉമ്മ പറഞ്ഞു ഒരു കഴിച്ചതിന് അവിടെ ഇട്ടളാണ്, കഴിച്ചതിന് അവിടെ ഇട്ടു, കഴിച്ചതിന് മാത്രം അവിടെ ഇട്ടു. അവസറും ഒക്കെ ഊരി കൊടുത്തു. പിന്നെ കഴിച്ചതിനും മഹറും കമ്മലും മാത്രമേ ഉള്ളൂ, അതൊക്കെ ഊരി കൊടുത്തു. ഒരു മാസമായിട്ടില്ല കേട്ടോ കല്യാണം. എന്നാലും ഒക്കെ ഇടങ്ങറുണ്ടാകുന്നില്ല. അപ്പൊ വേഗം ഒരു ഉപ്പാനോട് ചോദിച്ചതും ഇവിടുത്തെ അമ്മോസാക്കളോട് ചോദിച്ചതും അത് പറഞ്ഞത് മുഴുവൻ ഊരി കൊടുത്തു. എന്നിട്ട് പെര വാങ്ങി. അപ്പൊ 6 മാസമല്ലേ കേപ്പിടുള്ളൂ. അപ്പത്തിന് ഇത് ഇറങ്ങി പോകും വേണ്ട. പെര വാങ്ങി വേഗം കച്ചവടാക്കി. പിന്നെ 6 മാസം ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞതും പിറ്റത്തെ മാസം തന്നെ പോയി. ആ പെരയ്ക്ക് സ്വന്തമായിട്ട് വിറ്റ പെരയിരിക്കുമ്പോ ഒരു മനസ്സ് മുട്ടും. പിന്നെ ഞാനൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഇടങ്ങറാണ്. ഇന്ന് വിരുന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴും കിടങ്ങറ. അത് കാണുമ്പോ അമ്മക്ക് ഇടങ്ങറ്. അപ്പൊ വേഗം പെര മാറിപ്പോയേക്ക് എന്നെ വിളിച്ചിട്ടോ. അപ്പോഴാണ് ഒരാശ്വാസം. എന്നാലും ഈ പെര അത്ര ഉണ്ടായിട്ടില്ല. ഞാൻ ചെറുപ്പം മുതലേ വളർന്ന പെരല്ല, അത്ര അങ്ങോട്ട് ആയിട്ടില്ല. എന്നാലും കീഴ്പ്പെട്ടുള്ളവർക്ക് നിൽക്കാനൊരു പെര എന്നുള്ളൊരു ചെല്ലാനും എന്നാലും ഒരു സമ്മാനം വേണ്ടേ. അങ്ങനെ വാങ്ങി. പിന്നെ പണ്ടം പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. 2011 കഴിഞ്ഞതാ. പിന്നെ 12 ഫസ്റ്റത്തെ മോനുണ്ടായി, മൂത്ത കുട്ടി ഉണ്ടായി. 14 രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. ഒക്കെ കഴിഞ്ഞു. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കുട്ടിക്ക് 1 വയസ്സായി. 1 വയസ്സ് കഴിഞ്ഞേക്ക് അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. അവളെ കല്യാണം കഴിക്കുമ്പോഴത്തേൻ്റെ ആങ്ങളെ ഗൾഫിൽ പോയിരുന്നു. പിന്നെ എൻ്റെ വാപ്പാൻ്റെ ഒരു ഭൂരിഭാഗം ഉണ്ടാകും, കുറച്ച് സ്ഥലം, അത് വിറ്റു. പിന്നെ ആങ്ങളെ കുറച്ച് എന്തോ അയച്ചു. അങ്ങനെയൊക്കെ പാടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടോ. സ്ഥലം വിറ്റു, തറവാട് ഒരു ഭാഗം കിട്ടിയ വിറ്റു ഉപ്പാൻ്റെ. അതിൽ പിന്നെ പെരല്ലല്ലോ, അപ്പൊ അത്ര സങ്കടമല്ലോ. ഒരു സ്ഥലം വിൽക്കച്ച നമുക്ക് അങ്ങനെ അറിയില്ല. ഇപ്പൊ ഇരിക്കണ പെര വിറ്റാ ഭയങ്കര സങ്കടം, നമുക്ക് താങ്ങാൻ കഴിയില്ല. അതും കല്യാണത്തിന് വേണ്ടി ഇരിക്കുക, എന്നിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ആയാലും കുട്ടികൾക്ക് ഇരിക്കാൻ പെര വാങ്ങി വെക്കുമ്പോ കുറച്ച് സമാധാനമായി. പിന്നെ എൻ്റെ അനിയത്തിയുടെ കല്യാണം അങ്ങനെ കഴിഞ്ഞു വന്നില്ലേ. അതിൻ്റെ ഒരു ഭാഗമൊക്കെ വിറ്റിട്ട് ഓളെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓളെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റത്തെ കൊല്ലം ഓള് പ്രസവിച്ചു. അതിന്റെ പിറ്റത്തെ കൊല്ലം വീണ്ടും ഞാൻ രണ്ടാമത്തെ കുട്ടിനെ പ്രസവിച്ചു. വീണ്ടും പിറ്റത്തെ കൊല്ലം ഓള് പ്രസവിച്ചു. എൻ്റെ അനിയത്തി കൊല്ലം എൻ്റെ ഉമ്മാക്ക് പ്രസവത്തിന്റെ എൻ്റെ ഉമ്മാക്ക് ചെറിയ സൂചി കയ്യും വെക്കണ്, ഒരാളെ വെക്കണ കാണും ഇഷ്ടമല്ല, എൻ്റെ ഉമ്മാക്ക് വെക്കണതും ഇഷ്ടമല്ല. ഈ പ്രസവം കഴിച്ചപ്പോ ഉമ്മാക്ക് അതാടങ്ങത്. ഞങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ പ്രസവിച്ചത്, ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് വല്ലാത്ത ഉമ്മാക്ക് ഒരു വല്ലാത്ത വിഷമം. അങ്ങനെ 4 കൊല്ലായിട്ട് എൻ്റെ പ്രസവം, ഓളെ പ്രസവം, അടുത്ത എൻ്റെ പ്രസവം, പിന്നെ ഓളെ പ്രസവം. അത് കഴിഞ്ഞ് പിറ്റത്തെ വർഷം ഉമ്മ മരിച്ചു. പിറ്റത്തെ വർഷം ഉമ്മാക്ക് ഇങ്ങനെ വയ്യാണ്ടായി. പിറ്റത്തെ വർഷം ഉമ്മ മരിച്ചിട്ടോ. ഞാൻ അടുത്ത ഇതിൽ പറയുന്നുണ്ട്.